We can start. So let me revise what I have discussed in the last class. We were discussing about how to plot the radial wave function. In the last class, we discussed how we can plot 1s atomic orbital, radial part of 1s atomic orbital. We know that wave function depends upon the radial distance r as well as the two angles theta and phi, right? So usually what we do is we will plot the function. We will plot the wave function in terms of radial function only, r of r, and another plot in terms of the angles. So the radial part, plot of the radial part is known as radial plots. It's known as radial plots. And this angular plot of angular part is known as angular plot. Angular plot, right? And we have seen in the last class how we have plotted 2p function, 3p function, etc. എപ്പോഴും ഓർബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എസ് ഓർബിറ്റിലാണെങ്കിൽ എസ് ഓർബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1s എന്നാണ് അല്ലേ. ഫസ്റ്റ് ഓർബിറ്റിൽ നോഡ് ഉണ്ടാവില്ല, സെക്കൻഡ് തേർഡിന് നോഡ് ഇങ്ങനെ ഓരോന്നായിട്ട് കൂടി വരിക. ഇപ്പോൾ 2p doesn't have node, 3p have 1 node, 4pക്ക് 2 nodes, അങ്ങനെ നോഡ്സ് കൂടി വരുന്നതാണ്. In general, we have seen the number of nodes are n minus l minus 1. This one. The total number of nodes, radial nodes, അല്ലേ? Radial nodes in the എണ്ണം calculate ചെയ്യണമെങ്കിൽ you have to use the equation n minus l minus 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആംഗുലാർ പാർട്ട് പ്ലോട്ട് ചെയ്തു. ആംഗുലാർ പാർട്ട് എന്താണ്? YLM തീറ്റ ഫൈ ആണ് അല്ലേ. അതിന് പറയുന്ന വേറൊരു പേരാണ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്. അപ്പൊ അത് 2 ഡയമെൻഷണൽ ഫംഗ്ഷൻ ആണ്. നമ്മളിപ്പോ പ്ലോട്ട് ചെയ്തത് 1 ഡയമെൻഷണൽ ഫംഗ്ഷൻ ആർ ഓഫ് ആർ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് 2 ഡയമെൻഷനായി മാറും. പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ സ്ക്വയർ ആർ ഓഫ് ആർ വേഴ്സസ് ആർ. സോ ഇറ്റ് ബിക്കംസ് 2 ഡയമെൻഷണൽ ഫംഗ്ഷൻ അല്ലേ. 2 ഡയമെൻഷണൽ പ്ലോട്ട് 2 ഡയമെൻഷനൽ ആണ്. അതേസമയം നമ്മുടെ ആംഗുലാർ വേവ് ഫംഗ്ഷൻ ഈസ് എ 2 ഡയമെൻഷണൽ ഫംഗ്ഷൻ. സോ വി നീഡ് 3 ഡയമെൻഷണൽ പ്ലോട്ട്സ്. പ്ലോട്ട് ചെയ്യുമ്പോൾ അത് 3 ഡയമെൻഷണൽ പ്ലോട്ട് ആവും. സോ എസ് ഓർബിറ്റലിന്റെ കേസിൽ ആംഗുലാർ പ്ലോട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക, 1s 2s 3s. We know that s orbital is independent of theta and phi, so it is spherically symmetrical. Spherically symmetrical ആകാൻ കാരണം തന്നെ it is independent of theta and phi. So 1s 2s 3s ന്റെ ഒക്കെ ആംഗുലാർ പ്ലോട്ട് ആണ് ഇത്. മനസ്സിലായോ? Now in terms of for the case of p orbital, we know that p orbital starts with principal quantum number n is equal to 2. Right? N is equal to 2. So 2p, 3p, etc. അങ്ങനെയാണ് p orbital പോകുന്നത്. അതിൽ p orbital പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ p orbitaliലെ എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പിക്ചർ ഇതാണ്. സാധാരണഗതിയിൽ പി ഓർബിറ്റിൽ പോളാർ ഗ്രാഫ് പേപ്പറിൽ, പിന്നെ ആംഗുലാർ പ്ലോട്ട് സാധാരണ പ്ലോട്ട് ചെയ്യുന്നത് പോളാർ ഗ്രാഫ് പേപ്പേഴ്സിലാണ്. നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. പോളാർ ഗ്രാഫ് പേപ്പർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രാഫ് പേപ്പർ അല്ല, വേറെ ഒരു ടൈപ്പ് ഗ്രാഫ് പേപ്പർ. അതിൽ തീറ്റയും ഫൈയും ആണ് ഉണ്ടാവും. മനസ്സിലായോ? ഇൻ ടേംസ് ഓഫ് തീറ്റ, either in terms of theta or in terms of phi. അത് വേറൊരു രീതിയാണ്. ഇനി അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്ലോട്ട്സ് ഇതൊക്കെയാണ്: പി എക്സ്, പി വൈ, പി സെഡ്. അത് ഡംബൽ ഷേപ്പ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 ലോബ്സ് ഓരോന്നിലുണ്ടാവും. പി എക്സ് ആണെങ്കിൽ അത് ലോബ്സ് ആർ അലോങ് എക്സ് ആക്സിസ്, വൈ ആണെങ്കിൽ ലോബ്സ് ആർ അലോങ് വൈ ആക്സിസ്, സെഡ് ആണെങ്കിൽ ലോബ്സ് ആർ അലോങ് സെഡ് ആക്സിസ്. ഇനി പി ഓർബിറ്റലിന്റെ കേസിൽ വി ഹാവ് ഓൾറെഡി സീൻ ദർ ഇസ് എ നോഡൽ പ്ലെയിൻ. ഓരോ പി ഓർബിറ്റലിനും ഓരോ നോഡൽ പ്ലെയിൻ ഉണ്ടാവും. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ ആണ് അല്ലേ. ആ ഒരു 2 ഡയമെൻഷണൽ ഷീറ്റിൽ probability of finding the electron is 0, and hence they are known as nodal planes, or in some other sense it is known as angular nodes. Nodal planes അല്ലെങ്കിൽ angular nodes എന്നാണ് അറിയപ്പെടും. അപ്പൊ എല്ലാ പി ഓർബിറ്റലിലും എന്തുണ്ടാവും? ഒരു നോഡൽ പ്ലെയിൻ ഉണ്ടാവും.
എസ് ഓർബിറ്റൽ എന്തുണ്ടാവില്ല? നോഡൽ പ്ലെയിൻസ് ഉണ്ടാവില്ല. എസ് ഓർബിറ്റൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ it doesn't have nodal planes. p orbital have one nodal planes. d orbital കേസ് വരുമ്പോൾ d orbital ഇങ്ങനെ 4 lobes ഉണ്ടാവും. There are 4 lobes directed towards directed like this. എത്ര d orbitals ഉണ്ട്? We know that there are 5 d orbitals. ഏതൊക്കെയാണ്? dxz, dyz, dxy, dx square minus y square, dz square. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 3 ഓർബിറ്റൽസ് they are in between the axis. അതിന്റെ lobes are in between the axis. നോക്കുക, dxy ഇവിടെ എഴുതിയിട്ട് നോക്കുക. dxy യുടെ കേസിൽ ആ ലോബ്സ് എവിടെയുള്ളത്? എക്സിനും വൈക്കും ആക്സിസിന് ഇടയിലാണുള്ളത്. dyz നോക്കിയേ, dyzന്റെ കേസിൽ വൈക്കും സെഡിനും ഇടയിലാണ് ലോബ്സ് ഉള്ളത്, അല്ലേ? So they are in between the axis. അതേസമയം dx square minus y square ന്റെ ലോബ്സ് എങ്ങനെയാണ്? It is along the axis. x ഉം y ഉം ആക്സിസിന്റെ മേലെയാണ് dx square minus y square, അല്ലേ? dz square ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു ലോബ് z-ലോട്ട്, 2 ലോബ്സ് z-ലോട്ട്, z ആക്സിസിൽ, പിന്നെ ഒരു ഡിസ്ക് that is along xy plane. So that is the dz square orbit. D യുടെ L value എത്രയാണ്? What is the L value for D? Angular momentum quantum number എത്രയാണ് D യുടെ കേസിൽ? 2 ആണ്, അല്ലേ? It is 2. So there are 5 D orbitals. ഇനി ഇതിന്റെ കേസിൽ D orbital കേസിൽ, except in the case of dz, there are dz square orbital, there are 2 nodal planes for each d orbital. നമുക്ക് ഇവിടെ കാണാം, ഇതിൽ ഓരോ d ഓർബിറ്റലിലും 2 നോഡൽ പ്ലെയിൻസ് കാണാം. അതേസമയം dz സ്ക്വയർ ഓർബിറ്റൽ ആണെങ്കിൽ നോഡൽ കോൺസ് ആണ് ഇവിടെ. ആ ഒരു കോണിൽ there are no probability of finding the electron. So s orbital doesn't have angular node or nodal plane. p orbital have 1 nodal plane, d orbital have 2 nodal planes, and f orbital normally you can guess it will have 3 nodal planes. So the number of nodal planes is given by the equation L. അപ്പോൾ ഒരു f ഓർബിറ്റലിലെ നോഡൽ പ്ലെയിൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അതിന്റെ L വാല്യൂ നോക്കിയാൽ കാണാം, L value of f orbital is 3. So there are 3 nodal planes, or these nodal planes otherwise known as angular nodes. അപ്പോൾ നമ്മൾക്ക് ഒരു അറ്റോമിക് ഓർബിറ്റൽസിൽ ഒരു പെർട്ടിക്കുലർ വേവ് ഫംഗ്ഷനിൽ എത്ര നോഡ്സ് ഉണ്ടാവും? ഒന്ന് റേഡിയൽ നോഡ്സ് ഉണ്ടാവും, ആംഗുലാർ നോഡ്സ് ഉണ്ടാവും. റേഡിയൽ നോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n-l-1, ആംഗുലാർ നോഡ് L. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് is n-1. This was what we have discussed in the last class, and today I will discuss a little more about quantum numbers. Today we have to finish this chapter. Quantum numbers. നമ്മൾക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓൺലി ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഫോർ ഹൈഡ്രജൻ ആറ്റം energy is completely dependent on principal quantum number. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ, ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യണം അല്ലെ? h cap psi is equal to E psi. അതിൽ സൈയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത്. സൈയുടെ കാര്യങ്ങളെ കുറിച്ചാണ്, വേവ് ഫംഗ്ഷന്റെ കാര്യങ്ങളെ കുറിച്ചാണ്, നമ്മുടെ ട്രഷർ ബോക്സിനെ കുറിച്ചാണ്. പിന്നെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനർജി കൂടി കിട്ടും അല്ലെ? സോ ദിസ് എനർജി is given by the equation minus E square by 8 pi epsilon 0 A0 n square. ഇങ്ങനെ കിട്ടും.
കുറച്ച് പിന്നില് നമ്മളെ ബോർ ആറ്റം മോഡൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതേ ഇക്വേഷൻ തന്നെ കാണും. സെയിം ഇക്വേഷൻ. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. E is constant, 8 pi epsilon 0 a0 all are constants. So this you can see that this is some constant k divided by n square, and that constant depends upon the different units. Say in the case of electron volt, it is minus 13.6. That is the k by n square. നമുക്ക് ഇത് തന്നെയാണ് ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ എനർജി തന്നെയാണ് എവിടുന്ന് കിട്ടിയത്? ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴും കിട്ടിയത്. ഏത് കേസിൽ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ. And we see that hydrogen atom energy depends only on principal quantum number. Principal quantum number. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അറ്റോമിക് ഓർബിറ്റൽസ് ഏതൊക്കെയാ? 1s അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, 2s അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, 2p അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട് അല്ലേ? പിന്നെ 3s അറ്റോമിക് ഓർബിറ്റൽ, 3p അറ്റോമിക് ഓർബിറ്റൽ, 3d അറ്റോമിക് ഓർബിറ്റൽ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ, എൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെയാണുള്ളത് നോക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? സപ്പോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഹിയർ ഇൻ 3s. ഇലക്ട്രോൺ അവിടെയാണെങ്കിൽ അതിന്റെ എനർജി എത്രയായിരിക്കും? What will be the energy if an electron in the hydrogen atom is in 3s? എത്രയായിരിക്കും? minus k by 9. Yes, En will be equal to minus k by 3 square. 3 square is 9 because our energy depends only on n. N value case il 3 ആണ്. അങ്ങനെയാണെങ്കിൽ my question, if the electron is in 3d orbital, 3d യിലാണെങ്കിൽ എത്രയായിരിക്കും എനർജി? 3s ന് പകരം 3d യിലാണെങ്കിൽ. Assume that the electron is not in 3s but in 3d. What will be the energy? Same. Correct. Same ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ 3s ലായാലും 3p ലായാലും 3d ലായാലും energy will be same. So this energy in 3d also, energy of hydrogen atom is minus k by 9. Understood? Where k is the constant, E square by 4 pi epsilon 0 a0. K is E square by 4 pi epsilon 0 a0. ഒരു സെക്കൻഡ് ജസ്റ്റ്. Okay, so this is how the magnetic quantum number has the value that depends upon the azimuthal quantum number L, and it can take 3 values, -1, 0 and +1, where 0 corresponds to pz orbital, and the linear combination of two angular functions leads to px and py atomic orbitals. Okay, so for a particular L value, in എത്ര m values ഉണ്ടാവും? How many m values are possible for a particular L value? Anyone? 2l plus 1. Yes, exactly. So the number of m value is given by 2l plus 1. 2l plus 1. This will give you the number of orientations of atomic orbitals also. So p orbital നോക്കുക. p orbital കേസിൽ L is 1 അല്ലേ? So the number of orientation is 2 into 1 plus 1. 2 into 1 plus 1. There are 3 orientations. That is why we represent p orbital as px, py and pz. There are 3 orientations, and the number of m values are also 3. Number of m values are also 3. ഇതിന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്?
നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ഒക്കെ ഓക്കെയാണ്. ഓർബിറ്റൽ ഇലക്ട്രോണിന്റെ orbital angular momentum depends upon that value L. That's why it is called orbital angular momentum quantum number. And why M is called magnetic quantum number? Orientation of orbitals takes place in magnetic field. Orientation of orbital depends upon the magnetic field. നമ്മളിപ്പോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ 2p ഓർബിറ്റിലാണ് ഉള്ളത് കരുതാം. സപ്പോസ് ഇലക്ട്രോൺ ഈസ് ഇൻ 2p ഓർബിറ്റൽ. സോ നമ്മൾക്കറിയാം 2pയിലാണെങ്കിൽ അത് 2pxലായാലും 2pyയിലായാലും 2pzലായാലും അതിന്റെ ഇലക്ട്രോണിന്റെ എനർജി സെയിം ആണ് അല്ലേ? സപ്പോസ് ദ ഇലക്ട്രോൺ ഈസ് ഹിയർ then the energy is same as in the case electron is here. So electron അവിടെ അല്ല, ഇലക്ട്രോൺ ഇപ്പുറത്തവിടെ നോക്കുക. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രോൺ ഇവിടെയാണെന്ന് കരുതുക 2py. മൂന്നാമത്തെ കേസിൽ ഇലക്ട്രോൺ 2pzലാണുള്ളത് കരുതുക. Assume that electron is here. ഈ മൂന്നിന്റെ കേസിലും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വ്യത്യാസമാണ് അല്ലേ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഒന്നാമത്തെ കേസിൽ പിന്നെ -1 ആണ്, രണ്ടാമത്തെ കേസിൽ +1 ആണ്, മൂന്നാമത്തെ കേസിൽ 0 ആണ്. എം വാല്യൂ 0 ആണ്. പക്ഷേ ഇതിന്റെ മൂന്നിന്റെ എനർജി സെയിം ആണ്. മൂന്ന് കേസിലും എനർജീസ് ആർ സെയിം if there is no external magnetic field. ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ മേലെ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു നോക്കുക. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു നോക്കുക. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്പെക്ട്രയിൽ ഒരു ലൈനാണ് ആദ്യം കിട്ടുക, സിംഗിൾ ലൈൻ. സ്പെക്ട്ര നോക്കിയാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് സിംഗിൾ ലൈൻ. അതേസമയം ഇന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് ഇഫ് ഐ അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ്, this splits into 3 lines. 3 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 3 small lines. ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഇറ്റ് ഈസ് ബിക്കോസ് ദ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ എം. ഇനി ഡിയിലാണെങ്കിലോ, സപ്പോസ് ദ ഇലക്ട്രോൺ ഈസ് ഇൻ ഡി ഓർബിറ്റൽ, എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക? ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 5 ലൈൻസ്. 5 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഒരു ലൈൻ, സിംഗിൾ ലൈനേ കിട്ടുള്ളൂ. ബിക്കോസ് ഓൾ ദ എനർജീസ് ആർ ഡീജനറേറ്റ്. ആ ഡീജനറസി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡീജനറസി ബ്രേക്സ് ഇൻ ടു സെവറൽ ലൈൻസ് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ എം വാല്യൂ. എം വാല്യൂവിനനുസരിച്ച് മാറും. ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കും? നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടുണ്ട് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഏറ്റവും പ്രധാന കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് സ്പെക്ട്രോസ്കോപ്പി. അവിടെ നിങ്ങൾ NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് പഠിക്കും, ESR സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. NMR സ്റ്റാൻഡ്സ് ഫോർ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ESR സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. അവിടെയൊക്കെ നമ്മൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കും. ഓക്കെ, so we can say that an electron is 2l plus 1 energy of an electron is 2l1 plus 1 fold degenerate in the absence of external magnetic field.
external magnetic field. External magnetic field it is 2l plus 1 fold degenerate. If we apply a magnetic field, it splits into 2l plus 1 lines, 2l plus 1 values. Okay, that you have to keep in mind. Now, the last quantum number is S, right? That we will discuss maybe later. And now, let me discuss some other things. In an orbital, suppose the electron, it is a multi-electron system. Multi-electron system ആണ് എഴുതുക. Multi-electron atom ആണ് എഴുതുക. So say helium, lithium, അതൊക്കെ ഒന്നിലധികം ഇലക്ട്രോൺ ഉള്ള ആറ്റം ആണ് അല്ലേ? So they are multi-electron atom. ആ കേസിൽ എനർജി എന്നിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യാൻ. ഞാൻ നേരത്തെ En is equal to minus 13.6 divided by n square എന്ന് എഴുതി. ഇത് ഏത് കേസിൽ മാത്രമാണ്? ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ മാത്രം. 1 ഇലക്ട്രോൺ സിസ്റ്റം ഹൈഡ്രജൻ മറ്റുള്ളത് വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു z സ്ക്വയർ കൂടി വരും അല്ലേ? He പ്ലസ് അല്ലെങ്കിൽ Li2 പ്ലസ് ആ കേസിലൊക്കെ you have to consider z square. Okay, so this equation is applicable only in the case of 1 electron system. ഒന്നിലധികം ഇലക്ട്രോൺസ് വരുമ്പോൾ എനർജി ഡിപ്പെൻഡ്സ് ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആസ് വെൽ ആസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് ഏത് കേസിൽ മാത്രമാണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ മാത്രമാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഞാനിപ്പോഴ് അത് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കാൽക്കുലേഷൻ ഓഫ് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് n+l rule. What is it now? Anyone remember l+l rule? Anyone? You പറയുന്ന അവിടെ കേൾക്കുന്നില്ലേ? Is my voice audible? Yes, should be. Right? Yes or no? Yes. n+l rule നിങ്ങൾ കേട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെട്ടതാ. n+l rule ഇതാണ്. Energy of a multi-electron system depends upon the value of n+l. അപ്പോൾ അതിൽ ആദ്യം നോക്കേണ്ടത് ഹയർ എനർജി n+l വാല്യൂ കൂടുതലുള്ളതിനാണ് എനർജിയും കൂടുതലുള്ളതായിട്ട് പറയാം. That means higher the value of n+l, greater is the energy of the orbital. So if you want to find out energy of an orbital, you have to use n+l rule, and this n+l rule, greater the value, so that let me write, greater the value of n+l, greater is the energy of an electron in an orbital, or simply greater the value of energy of orbital. For example, suppose 2s 2p ഇത് രണ്ടുണ്ടെന്ന് എഴുതാം. ഇപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ ഇത് രണ്ടിന്റെ എനർജി സെയിം ആണ് അല്ലേ? കാരണം ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് n ഓൺലി. എന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഹൈഡ്രജൻ ആറ്റം അല്ല മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് s ഓൾസോ, l വാല്യൂ ഓൾസോ. രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കേസിൽ ഒന്നാമത്തെ കേസിൽ n വാല്യൂ 2 ആണ്, l വാല്യൂ 0 ആണ്. സോ n+l എന്ന് പറയുന്നത് n+l is 2 plus 0, that is 2. രണ്ടാമത്തെ കേസിലാണെങ്കിൽ n വാല്യൂ 2 ആണ്, l വാല്യൂ 1 ആണ്. സോ n+l is 2 plus 1 is equal to 3. ഏതിനായിരിക്കും എനർജി കൂടുതൽ?
ഏത് ഓർബിറ്റിലായിരിക്കും എനർജി കൂടുതൽ? 2p. 2p. So 2p has higher energy than 3p. ഇനി രണ്ടാമത്തെ റൂൾ, n+l റൂളിലെ സെക്കൻഡ് റൂൾ സേസ് when values are equal, ചില കേസിൽ രണ്ട് വാല്യൂ ഒരുപോലെ വരാം, n+l വാല്യൂ ഒരുപോലെ വരാം. സേ ഫോർ എക്സാമ്പിൾ 2p യുടെ കേസിലും 3s ന്റെ കേസ് നോക്കുക. 2p യും 3s നോക്കുക. 2p യുടെ കേസിൽ n+l വാല്യൂ എത്രയാ? 3. 2 + 1 = 3 ആണ്. 3s ന്റെ കേസിൽ n+l വാല്യൂ എത്രയാ? 3. 3 + 0 ആണ്. 3 + 0 is 3. രണ്ട് കേസിലും സെയിം വാല്യൂ ആണ്, സെയിം വാല്യൂ. അപ്പോഴെങ്ങനെയാണ് എനർജി കൂടുതൽ? അതാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. സെക്കൻഡ് റൂൾ സേസ് when n+l values are equal, an orbital with higher value of n has higher energy. അതിൽ n വാല്യൂ കൂടുതൽ ഏതിനാണോ അതിനാണ് എനർജി കൂടുതൽ എന്നാണ് സെക്കൻഡ് റൂൾ പറയുന്നത്. മനസ്സിലായോ? സോ സെക്കൻഡ് റൂൾ സേസ് when n+l values are equal, then an orbital with higher value of the principal quantum number n will have higher energy. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ എനർജി കൂടുതൽ ഏതിനാ? ഇപ്പൊ ഈ രണ്ട് എനർജി കൂടുതൽ ഏതിനാ? 3s ന് അല്ലേ? 3s has higher energy than 2p. So 3s has higher energy than 2p. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നിങ്ങൾക്ക് എനർജി ഓർഡർ എഴുതാം. അപ്പൊ ഒന്നാമത്തെ ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റിൽ ഏതായിരിക്കും അങ്ങനെയാണെങ്കിൽ? 1s. Correct. 1s atomic orbital will have least energy value because 1s corresponds to n+l value, that is 1 + 0 is equal to 1. പിന്നെ അടുത്ത ഏതായിരിക്കും? അടുത്തത് 2s ആണ് അല്ലേ? 2s ന്റെ കേസിൽ n+l വാല്യൂ 2 ആണ്. n+l വാല്യൂ 2. സോ ഞാൻ ബ്രാക്കറ്റിൽ മേലെ n+l വാല്യൂ എഴുതാം 1. n+l വാല്യൂ 2. അടുത്തത് 2s കഴിഞ്ഞാൽ ഓർബിറ്റിൽ ഏതാ? 2p. n സെയിം വരുന്ന ഓർബിറ്റിൽ 2p ആണ്. 2p യുടെ കേസിൽ നമ്പർ is 3 അല്ലേ? n+l വാല്യൂ 3 ആണ്. 1 2 3. അടുത്തേതാ? 3. ക്വാണ്ടം നമ്പർ 3 വരുന്നത് ഓർബിറ്റൽസ് ഏതൊക്കെയാ? 3s 3p 3d ആണ്. അപ്പൊ അതിന്റെയൊക്കെ n+l വാല്യൂ എത്ര വരുക? 3s ന്റെ കേസിൽ n+l വാല്യൂ 3, 3p യുടെ കേസിൽ 4, ഈ കേസിൽ 5 അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് റോയിലും തേർഡ് റോയിലും 3 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. സെക്കൻഡ് റോയില് 3 വരുന്നുണ്ട്, തേർഡ് റോയിലും 3 വരുന്നുണ്ട്. അപ്പൊ അതിൽ എനർജി കൂടുതൽ ഏതിനായിരിക്കും? 2p യുടെ കേസിലായാലും 3s ന്റെ കേസിലായാലും എനർജി സെയിം ആണ്. ഐ മീൻ n+l വാല്യൂ സെയിം ആണ്. അപ്പൊ ഏതിനായിരിക്കും എനർജി കൂടുതൽ? 3s നായിരിക്കും എനർജി കൂടുതൽ. അപ്പൊ എനർജി എങ്ങനെ പോകുന്ന ഓർഡർ നോക്കുക. if I do an arrow, it goes like this. Energy goes like this. ഇങ്ങനെ പോകും അല്ലേ? അത് ഏതാണ് പിന്നെ റൂൾ ഉപയോഗിക്കേണ്ടത്? n+l റൂൾ ഉപയോഗിക്കുക. എന്നിട്ട് എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? സാധാരണ കേസിൽ ഇപ്പൊ എക്സ്റ്റേണൽ ഫീൽഡ് എനർജി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇലക്ട്രോൺ എവിടെയാണ് ഉണ്ടാവുക? 1s ഓർബിറ്റിലാണ് ഇലക്ട്രോൺ ഉണ്ടാവുക. കാരണം എന്താ? എനർജി ഏറ്റവും കുറവ് 1s അറ്റോമിക് ഓർബിറ്റിലാണ്. സോ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം is usually represented like this, 1s1 in ground state. This is called ground state electronic configuration. This is called electronic configuration, and this particular situation is ground state electronic configuration. So ground state എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ
ground state electronic configuration is 1s1. ഇനി ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇങ്ങനെയും വരാം. എങ്ങനെ 2s1 എന്ന് വരാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയും വരാം. എപ്പോഴാ അങ്ങനെ വരുക? Electron excited state. കറക്റ്റ്. ഇലക്ട്രോണ് എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക്, എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടാവും അല്ലെ? ദിസ് ഇസ് 1s, ദിസ് 2s, 2p ഇങ്ങനെ പോകും. അപ്പൊ ഇലക്ട്രോൺ സാധാരണഗതിയിൽ ഇവിടെയാണ് ഇരിക്കുക, അവിടെയാണ് ഇരിക്കുക. പക്ഷേ അത് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ബോർ ആറ്റം മോഡൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ് അബ്സോർബ്സ് എനർജി ഇറ്റ് ജംപ്സ് ടു ഹയർ എനർജി ഓർബിറ്റൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെ, ഇൻകമിങ് ഫ്രീക്വൻസി. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ എഴുതിയിരിക്കുന്നത് 2s1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. ദിസ് ഇസ് excited state electronic configuration. Okay, now ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ 2s ൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിലും 2p ൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിലും എനർജി സെയിം ആണ്. അണ്ടർസ്റ്റുഡ്? സോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് എനർജി എങ്ങനെയാണ് ഫോളോ ചെയ്യുക? ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഫോളോ എങ്ങനെയാണ് നോക്കുക. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ 1s, 2s ഈക്വൽ ടു 2p, 3s ഈക്വൽ ടു 3p ഈക്വൽ ടു 3d, 4s ഈക്വൽ ടു 4p ഈക്വൽ ടു 4d ഈക്വൽ ടു 4f. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഉണ്ടാവും. ദീസ് ആർ ഓൾ degenerate. This also is degenerate. 3s ലായാലും 3p ലായാലും 3d ലായാലും എനർജി സെയിം ആണ്. മനസ്സിലായോ? എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റ് നോൺ ഡീജനറേറ്റ് ആയിരിക്കും. അതിൽ ഒറ്റ ഓർബിറ്റിലേ ഉള്ളൂ അല്ലെ, ഒറ്റ എനർജി ലെവലേ ഉള്ളൂ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് യൂഷ്വലി നോൺ ഡീജനറേറ്റ്. പറയൂ. ഇതിന്റെ എല്ലാം n+l വാല്യൂ സെയിം ആയതുകൊണ്ടാണോ ഡീജനറേറ്റ് ഈ ഓർബിറ്റൽ ആവുന്നത്? ഇതിന്റെ n+l വാല്യൂ സെയിം അല്ലല്ലോ. രണ്ടാമത്തെ കേസ് നോക്കിയേ. അപ്പൊ എന്തുകൊണ്ട് ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത്? ഡീജനറേറ്റ് ആകാൻ കാരണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി എന്താണ്? വാട്ട് ഇസ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം? En is equal to some constant divided by n square ആണ്. സോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി h അല്ല കേട്ടോ, അത് n ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓൺലി. n വാല്യൂ ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് n വാല്യൂ ഏതൊക്കെയാ? 1 n വാല്യൂ, 2 ഇതും 2, 3, 3, 3, all these are n values അല്ലേ? l വാല്യൂ നോക്കണ്ട. l വാല്യൂ ആണ് s p d f എന്നൊക്കെ പറയുന്നത് l വാല്യൂസ് ആണ്. അപ്പൊ n വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അത് അതിനർത്ഥം ഓരോ റോയിലുള്ളത് സെയിം എനർജിയാണ്. ഇത് 1s ന്റെ സെയിം എനർജിയാണ്. 1s ന്റെ ഇലക്ട്രോൺ 2s 2p സെയിം എനർജി ലെവലാണ്. 3s 3p 3d സെയിം എനർജി ലെവലാണ്. കാരണം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ n വാല്യൂ ഓൺലി. n വാല്യൂ ആണ് ഈ n value. This is n value, n value. These are all n values. മനസ്സിലായില്ലേ? സോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ അങ്ങനെയാണ്. പക്ഷേ മൾട്ടി ഇലക്ട്രോണിന്റെ കേസിൽ അങ്ങനെയല്ല. മൾട്ടി ഇലക്ട്രോൺസിന്റെ കേസിൽ n+l റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ n വാല്യൂ മാത്രം നോക്കിയാൽ മതി. n വാല്യൂ നോക്കിയാൽ മതി. മറ്റുള്ള കേസിൽ n+l റൂള് നോക്കണം. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ 1s അറ്റോമിക്. ഇനി ഹീലിയത്തിന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക? ഹീലിയത്തിന്റെ കേസിൽ 1s2. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഹീലിയത്തിന്റെ കേസിൽ 1s2 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക അല്ലെ? അതേസമയം എനിക്ക് ഹീലിയത്തിന്റെ കേസിൽ 1s1 2s1 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതിയാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ എഴുതിയാൽ എന്താണ് കുഴപ്പം? ഇലക്ട്രോൺ രണ്ടിലും ഫിൽ ആവണ്ടേ?
ഇലക്ട്രോൺ രണ്ടില് ഫിൽ ആണ്. രണ്ടുണ്ടോ അവിടെ? ഒരു ഓർബിറ്റിലേ ഉള്ളൂ. അതിന് ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഫിൽ ആവണ്ടേ? കറക്റ്റ്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തതിന് ശേഷം അടുത്ത ഓർബിറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. അതൊരു റൂളാണ്. ഏതാണ് ആ റൂള്? Aufbau. It is called Aufbau. Police. Right. Police അല്ലേ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞ 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ സ്പെല്ലിംഗ് ഇസ് റോങ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്ന ഇതാണ്: ഇലക്ട്രോണ് എനർജിയുടെ ഓർഡറിൽ ഫില്ല് ചെയ്യണം. ലോവസ്റ്റ് എനർജി ഓർബിറ്റിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഹയർ എനർജി ഓർബിറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതിൽ ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് 1s ആണ്. ഒരു ഓർബിറ്റിലും 2 ഇലക്ട്രോൺ പറ്റും അല്ലെ? അതാണ് ആര് പറയുന്നത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു ഓർബിറ്റിൽ an orbital can accommodate a maximum of 2 electron with opposite spin എന്നാണ് ആര് പറയുന്നത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ഓർബിറ്റിൽ ഈ 2 ഇലക്ട്രോൺ പറ്റും. ഈ 2 ഇലക്ട്രോൺ എങ്ങനെ ഫില്ല് ചെയ്യണം? എനർജിയുടെ ഓർഡറിൽ ഫില്ല് ചെയ്യണം. That is what is called off-bow principle or building up principle. Building up. Off-bow എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല കേട്ടോ. അതേതോ ഒരു ഭാഷയിലുള്ള വേർഡാണ്. That word stands for building up. So it is called building up principle. So building up principle says, out of all available atomic orbitals, an electron first enters into an orbital with lower energy. ലോവർ എനർജി ഓർബിറ്റിൽ ആണ് ആദ്യം ഇലക്ട്രോൺ പോവുക. എന്ന് വെച്ചാൽ ഹീലിയം ആറ്റത്തിന്റെ കേസിൽ ഒരിക്കലും 1s0 2s2 എന്ന് ഒരിക്കലും വരില്ല. കാരണം എന്താ? ഇലക്ട്രോൺ ഫസ്റ്റ് ലോവർ എനർജി ഓർബിറ്റിൽ ഫില്ല് ചെയ്തിട്ടേ ഹയർ എനർജി ഓർബിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് പിന്നെ ഈ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വേണോന്ന് പറഞ്ഞത്, 2 ഇലക്ട്രോണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതില് 2 ഇലക്ട്രോൺ ആദ്യം എവിടെ ഫില്ല് ചെയ്യണം? ലോവർ എനർജി ഓർബിറ്റിൽ ഫില്ല് ചെയ്യണം. N+L റൂൾ പ്രകാരം എനർജി ഓർഡർ എങ്ങനെയാണ്? 1s ലെസ് ദാൻ 2s ലെസ് ദാൻ 2p ലെസ് ദാൻ 3s ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പൊ ഇതിലെ ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റിൽ 1s ആണ്. ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ മാക്സിമം ഉള്ളൂ. 2 ഇലക്ട്രോൺ. സോ ആ 2 ഇലക്ട്രോൺ ഇവിടെ വരണം. One like this, other like this. One with up spin, other with down spin. Okay. So that is why helium electronic configuration, ground state electronic configuration is 1s2. Understood? And this is based on off-bow principle. In a Police exclusion principle എന്താ പറയുന്നത്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ചെറിയ ക്ലാസ്സിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? No two electrons can have no two electrons can in an atom അല്ലേ? No two electrons in an atom can have the same set of 4 quantum numbers. 4 quantum numbers. ഒരു ആറ്റത്തിന്റെ ഈ NL-M ആറ്റത്തിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാ? NL, M and S. ഇതാണ് ക്വാണ്ടം നമ്പർ. ഇത് ആറ്റത്തിന്റെ അഡ്രസ് ആണ്. നിങ്ങൾക്ക് ഓരോരാൾക്കും നിങ്ങളുടെ അഡ്രസ് ഉണ്ട് അല്ലേ? പോസ്റ്റ്മാന് ഒരാൾ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ലെറ്റർ അയക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പെർട്ടിക്കുലർ അഡ്രസ് വെച്ചിട്ടാണ്. അത് യുണീക്ക് ആണ്. മനസ്സിലായോ? നിങ്ങൾ അതേ പേരിൽ പിന്നെ വേറൊരാള് അതേ അഡ്രസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ എന്റെ നാട്ടിൽ എൻ്റെ അതേ പേരിലുള്ള 2 or 3 പേരുണ്ട്. അപ്പൊ അത് നമ്മുടെ കേസിലേ പറ്റുള്ളൂ. അത് ഇലക്ട്രോണിന്റെ കേസിൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. ഇലക്ട്രോണിന്റെ കേസിൽ this quantum numbers are known as address of an electron. ഒരു ആറ്റത്തിന്റെ അകത്തുള്ള ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ്. 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 10 ഇലക്ട്രോണിനും ഒരേ അഡ്രസ് ഉണ്ടാവില്ല.
ഒരേ അഡ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടം നമ്പറിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യത്യാസം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ബി ഡിഫറെന്റ്. 4 വ്യത്യാസം വരാം, പക്ഷെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി ഡിഫറെന്റ്. മനസ്സിലായോ? ദിസ് ഇസ് വാട്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സേസ്. ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നൈട്രജൻ ആറ്റത്തിന് നോക്കുക. നൈട്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരും എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. അറ്റോമിക് നമ്പർ 7 ആണ്. വാട്ട് ഇസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2s2 2p3 അല്ലേ? 2 യെസ്, കറക്റ്റ്. 2p3 റൈറ്റ്. അപ്പോൾ ഞാനത് ബോക്സ് രൂപത്തിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ റൈറ്റ് കറക്റ്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ബോക്സ് ഇൻ ടേംസ് ഓഫ് എ ബോക്സ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഈ ആരോ കാണിക്കുന്ന ഒരു ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ ദിസ് ആർ ഇലക്ട്രോൺസ്. അപ്പൊ ഇങ്ങനെ 7 ഇലക്ട്രോൺ. ആ 7 ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതി വെക്കേ. അപ്പൊ ഒന്നാമത്തെ ഇലക്ട്രോൺ ഇയാളാണ്. അയാളുടെ ക്വാണ്ടം നമ്പർ എന്താണ്? NLMS ആണ് അല്ലെ? ക്വാണ്ടം നമ്പർ പറ. ഒന്നാമത്തെ ഇലക്ട്രോൺ നമ്പർ 1. n equal to 1. L0 L0 M0 S0. S0 ആണോ? അല്ല, S minus 1 minus half. റൈറ്റ്. മേലേക്കാണ്. അപ് സ്പിൻ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് നോക്കുക, ആ എയറോ മേലോട്ടാണുള്ളത് അല്ലെ? സോ അപ് സ്പിൻ ഈസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ +12. ഇനി രണ്ടാമത്തെ ആളുടെ പറഞ്ഞ രണ്ടാമത്തെ ആൾ ഇയാളാണ് രണ്ടാമത്തെ ഇലക്ട്രോൺ. S മാത്രം മാറും. മൈനസ് 1 0. ഇവിടെ 3 ക്വാണ്ടം നമ്പർ സെയിം ആണ്, നാലാമത്തെ ഡിഫറെന്റ് ആണ്, -12. ഇനി അടുത്ത ആളുടെ 2s-ലുള്ള ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ നോക്കുക. 3. സോ തേർഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരുക? പറയേ, പെട്ടെന്ന് പറഞ്ഞേ. 2 1 ആണോ? എൽ വാല്യൂ എത്രയാ? n-1. എൽ വാല്യൂ s ഓർബിറ്റിലാണ്. 2s. s ഓർബിറ്റിലാവുമ്പോൾ എൽ വാല്യൂ എത്ര വരുക? പറയൂ. 0. s ഓർബിറ്റിലാണ്. s ഓർബിറ്റിലാവുമ്പോൾ എപ്പോഴും എൽ വാല്യൂ 0 വരുള്ളൂ. 2 0. പിന്നെ s0 ആണെങ്കിൽ m0 ആയിരിക്കും നിർബന്ധമായിട്ടും. പിന്നെ അത് അപ് സ്പിൻ ആണെങ്കിൽ +12. ഇതുപോലെ നാലാമത്തെ എഴുതി നോക്കുക. നാലാമത്തത് 2 0 0 -12 എന്ന് വരും. അഞ്ചാമത്തത് p ഓർബിറ്റിലുള്ളതാണ്. സോ ഇറ്റ് ഈസ് 2 തന്നെയാണ്. n വാല്യൂ 2 തന്നെയാണ്. p യുടെ എൽ വാല്യൂ 1 ആണ്. ഒന്നാമത്തത് സപ്പോസ് ദിസ് ഇസ് px, ദിസ് ഇസ് py ആൻഡ് ദിസ് ഇസ് pz ഓർബിറ്റൽ. അപ്പോൾ ഒന്നാമത്തത് -1 ആണ് അല്ലെ? എം വാല്യൂ px-ൻ്റെത് എം വാല്യൂ -1 ആണ്. സോ -1. പിന്നെ സ്പിന്ന് അപ് സ്പിൻ ആണ്, ഹാഫ്. ഇനി ആറാമത്തത് ഇതൊക്കെ സെയിം ആണ്. 2 1. ദിസ് ബിക്കംസ് 0 -1. py ആണ് അല്ലെ? py +4. അല്ലെങ്കിൽ px +1 എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെ? സാധാരണ px ആണ് +1 എന്ന് എടുക്കാറ്. ഡസൻറ്റ് മാറ്റർ. +1. സോ ദിസ് ഇസ് -1. again +12. and the last electron, 7th electron, 2 1 0 +12. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും സെറ്റ് സെയിം ഉണ്ടോ നോക്കുക. 7 സെറ്റ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. ആ 7 ഇലക്ട്രോണിന്റെ അഡ്രസ് ആണിത്. അതിൽ ഏതെങ്കിലും ഒരു 2 ഇലക്ട്രോണിന്റെ അഡ്രസ് സെയിം ആവുന്നുണ്ടോ? ഓക്കെ, ഉണ്ടോ? യെസ് ഓർ നോ? No. All addresses are different. Address of all electrons are different. This is what Pauli's exclusion principle says. It says that no 2 electrons in an atom can have same set of all 4 quantum numbers or 4 quantum numbers. അപ്പോൾ അത് മനസ്സിലായല്ലോ? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ മനസ്സിലായി. അല്ലെങ്കിൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇങ്ങനെയും പറയാം. An orbital can accommodate a maximum
എന്ന് പിന്നെയും വേണ്ട അല്ലെ, മാക്സിമം ഓഫ് 2 electrons only. ഒരു ഓർബിറ്റലിന് പരമാവധി 2 ഇലക്ട്രോണേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് യു ക്യാൻ റൈറ്റ് അഡീഷണലി ഇഫ് യു വാണ്ട് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഇവിടെ നോക്കുക, നൈട്രജൻ ആറ്റത്തിന്റെ കേസിൽ നോക്കുക. ഒന്നാമത്തെ ഓർബിറ്റിൽ 1s അറ്റോമിക് ഓർബിറ്റിലാണ്. 1s അറ്റോമിക് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോണേ ഉള്ളൂ. നോക്കുക ഇവിടെ 2 electrons. 1s atomic orbital has 2 electrons. സെക്കൻഡിലും 2s atomic orbital also has 2 electrons. പിന്നെ 2p-ൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. ഏതൊക്കെയാ? px, py, pz. 3 ഓർബിറ്റൽ, 3 ഡീജനറേറ്റ് ആണ്. അതിൽ ഒന്നാമത്തെ ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ഈ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഓരോന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പൊ ഇനി ഞാൻ ഇവിടെ നോക്കുക, ഇതില് പിയില് ഞാൻ 3ഉം ഓരോ ഹാഫിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അത് വേറൊരു റൂളാണ്. ഏതാണ് ആ റൂള്? എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? പി ഓർബിറ്റിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 1 2 3 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? Can I write it like this? ഇല്ല. The problem? 2 Yes. What rule is violated there? What rule is violated? Hund's rule. Yes, that is called Hund's rule of maximum multiplicity. Hund's rule of maximum multiplicity, which says pairing of an electron takes place only after sharing. After placing 1 electron each in each degenerate orbital. അപ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റലിന്റെ കേസിൽ മാത്രമാണ് ഹൺസ് റൂൾ ബാധകമാവുക. ഹൺസ് റൂൾ ഈസ് applicable, or I can say instead of applicable, it is relevant only in the case of degenerate orbitals. എന്താണ് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ? എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റൽ. ഇവിടെ നോക്കുക, ഇവിടെ മേലെ നോക്കുക, നൈട്രജൻ ആറ്റത്തിന്റെ കേസിൽ നോക്കുക. നൈട്രജൻ ആറ്റത്തിന്റെ കേസിൽ 1s-ഉം 2s-ഉം ഡിഫറെന്റ് എനർജി ഓർബിറ്റിലാണ്. 2p-യും ഡിഫറെന്റ് എനർജി ഓർബിറ്റിലാണ്. പക്ഷെ 2p-യുടെ അകത്തുള്ള 3 ഓർബിറ്റലും സെയിം ആണ്. മനസ്സിലായോ? 1s, energy of 1s is not equal to energy of 2s, and energy of 2s is not equal to energy of 2p. But within the 2p there are 3 orbitals, and all the 3 orbitals have same energy. 2px and 2py as well as 2pz have same energy. Understood? So because they are same energy, because 2p have same energy, their electron should be distributed like this. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആദ്യം 3 കഴിഞ്ഞിട്ട് നാലാമത്തത് മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ തന്നെ പെയർ ചെയ്യാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? ഹൺസ് റൂൾ പറയുന്നത്. ഈ ഹൺസ് റൂള് that is applicable only in the case of degenerate orbitals. Understood? നമ്മൾ ഇന്നത്തെ കുറച്ച് കൂടുതൽ എടുത്തു പോയി. അപ്പോൾ ബാക്കി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ. ഞാനിപ്പോൾ ഇവിടുന്ന് കോളേജിലോട്ട് പോകണം. ഓക്കെ, so we will